കണ്ടാൽ ഏകദേശം നോർമൽ പോലെ തോന്നും. പക്ഷേ ഒരു ചെറിയ വൈകിക്കൽ പോലും ജീവൻ അപകടത്തിലാക്കും. ലോങ് ക്യൂട്ടി സിൻഡ്രോം ഹൃദയത്തിൻ്റെ ഒരു വൈദ്യുത റീസെറ്റ് സമയം നീളുന്നൊരവസ്ഥ. അതിലൂടെ അപകടകരമായിട്ടുള്ള അരിത്മിയാസ് അല്ലെങ്കിൽ ടോസാഡസ് പ്രത്യക്ഷപ്പെടുന്നൊരവസ്ഥ. പെട്ടെന്നുള്ള മരണം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരവസ്ഥ. QTc = ഹൃദയമിടിപ്പ് അനുസരിച്ച് തിരുത്തിയെടുത്ത QT എന്നാണ്. 498 MS പുരുഷന്മാരിൽ 460 MS സ്ത്രീകൾക്ക് മുകളിൽ ആണെങ്കിൽ അത് പ്രശ്നമാണ്. 500 MS മുകളിലാണെങ്കിൽ അത് അപകടവുമാണ്. നമ്മുടെ ഹൃദയം ഒരു മൊബൈൽ ചാർജിങ് സിസ്റ്റം പോലെയാണ്. വളരെ സമയം ചാർജ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫായി പോകും. ECGയിൽ എന്തൊക്കെ മാറ്റാണ്? ഈ QT ഇൻ്റർവെൽ നീളം കൂടി കാണും. പിന്നീട് ടോസാഡസ് തിരിഞ്ഞ് വരുന്ന ഒരു ECG പാറ്റേൺ കാണും. ചിലർക്ക് ജനിതക കാരണങ്ങൾ കൊണ്ട് വരാം. പിന്നീട് പ്രത്യക്ഷപ്പെടുന്ന ഈ ഒരു അവസ്ഥയൊക്കെ കാണുന്നത് ചില മരുന്നുകൾ കൊണ്ടും പൊട്ടാസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കുറവ് കൊണ്ടും വരാം. എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണുക? പെട്ടെന്ന് ബോധം കെടുന്ന അവസ്ഥ, ഹൃദയമിടിപ്പ് കൂടി വരുന്നൊരവസ്ഥ, പെട്ടെന്നുണ്ടാവുന്ന ഒരു കാർഡിയാക് അറസ്റ്റ്. ചികിത്സ എങ്ങനെയാണ്? ഈ QTയുടെ അളവ് കൂട്ടുന്ന മരുന്നുകൾ ഒഴിവാക്കണം, ഇലക്ട്രോലൈറ്റുകൾ ശരിയാക്കണം, ബീറ്റാ ബ്ലോക്കേഴ്സ് ഉപയോഗിക്കാം, ICD ഉപയോഗിക്കാം. അപകടം കൂടുതലുള്ള ആൾക്കാർ ചെറിയ ഒരു വൈകിക്കൽ പോലും വലിയ പ്രശ്നമായി എന്ന് വരാം. QT പ്രൊലോങ് ചെയ്യുന്ന എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പ് ഒരു ECG എടുത്തിട്ട് നോക്കിയിട്ടേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. വളരെ സിക്കായിട്ടുള്ള ആൾക്കാരിൽ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയൊക്കെ അളവ്, ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവും ചെക്ക് ചെയ്യണം. എപ്പോഴെങ്കിലുമൊക്കെ ബോധം കെട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല.